യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ശത്രുവിൻ്റെ പാളയത്തിലും മൃഷ്ടഭോജ്യമേകിടുന്നവൻ, നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. പ്രൈസ് ലോർഡ് മക്കളെ, ഞാനൊരു അബുദാബിയിൽ ഒരു ബിൽഡിങ്ങിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് നോക്കുന്നൊരു വ്യൂ ആണത്. ഓക്കെ, ഫ്ലൈറ്റുകൾ ഇങ്ങനെ വരുന്നു, ഫ്ലൈറ്റുകൾ ഇങ്ങനെ പോകുന്നു. എയർപോർട്ട് ഇതിനടുത്തായതുകൊണ്ടാണ് ഫ്ലൈറ്റുകൾ. ഞാനൊരു പ്രാവശ്യം മറ്റൊരു രാജ്യത്ത് പോയപ്പോൾ, ജർമ്മനിയിൽ പോയപ്പോൾ, അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് അവിടേക്കൂടെ പോകുമ്പോൾ ഒരു മിനിറ്റിൽ ഒരു 50ഓളം ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ നിൽക്കുന്ന കാണാം. അപ്പോൾ അവർ പറഞ്ഞു അത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനാണെന്ന് പറഞ്ഞു. ഓ, വെരി ഗുഡ്. അത് ആ തണുപ്പ് രാജ്യമായതുകൊണ്ട് ഇങ്ങനെ ലൈറ്റുകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു വ്യത്യസ്തമായിട്ട് ഒരു അനുഭവം. പേടിയും തോന്നും, ദൈവമേ ഇതെന്തോ ഇങ്ങനെയെന്ന്. അതുപോലെ തന്നെ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ലാൻഡ് ചെയ്യാനുള്ള ഫ്ലൈറ്റുകളെല്ലാം അവിടെ നിന്നാണ് ഇങ്ങനെ വരുന്നത്. കുറേ വീഡിയോ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. 3 ഫ്ലൈറ്റിൻ്റെ, ഒന്ന് അങ്ങോട്ട് പോകും, ഒന്ന് ഇങ്ങോട്ട് വരും. 2 വേയിലൂടെയാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത്. ഓക്കെ, നമ്മുടെ ഈ ബസ്സുകളും കാറും ഒക്കെ പോകുന്നത് പോലെ റൂട്ട് അതിന് എങ്ങനെ മനസ്സിലാകുന്നതല്ലേ. അപ്പോഴതിൻ്റെ അകത്ത്, ഈ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഓട്ടോ പൈലറ്റിൽ ഇട്ട് കഴിയുമ്പം അതിന് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ലൊക്കേഷൻ അറിയാം. അതിനനുസരിച്ച് അത് പോകത്തുള്ളൂ. അപ്പം അതിനൊരു ലാൻഡിങ് എൻഡിങ് ഉണ്ട്. ലാൻഡ് ചെയ്യാനായിട്ടാണ് ഇത് പറന്നത്. നമ്മൾ ഓരോരുത്തരും രക്ഷയിലേക്ക് വന്നത് പറക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ ഇവിടെ നോക്കിയിട്ട് അവിടെ വീണ്ടും ഒരെണ്ണം വന്നുകൊണ്ടിരിക്കുന്നു, ഇവിടെ ഒരെണ്ണം പൊക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടേയിരിക്കുക ഫ്ലൈറ്റുകൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറക്കാനായിട്ടാണ്. അതിൻ്റെ അകത്ത് പാസഞ്ചേഴ്സ് ഉണ്ട്, എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. ഇവരെല്ലാം ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അവർക്കൊന്നും നമ്മളെ കാണാൻ പറ്റുന്നില്ല, നമുക്ക് അവരെയും കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ അവർ ലാൻഡ് ചെയ്യാൻ പോകുന്നറിയാം. അവർക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങാൻ പറ്റും. അതിൻ്റെ അകത്തുനിന്ന് ഇപ്പം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അവിടെ ചെന്നാലേ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ, ഡെസ്റ്റിനേഷനിൽ ഇറങ്ങിയാൽ. നമ്മളും ഇതുപോലെ കെട്ടപ്പെട്ടവരെ പോലെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ്